ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെമ്പിളിലേക്ക് പോവാണ്. ഉത്സവമാണ് ഇന്ന്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ? ആദ്യം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്, നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ച് കൊടുക്കാം. സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൗഡറാണ് തേക്കുന്നത്. ഞാൻ ബേബി പൗഡറാണ് തേക്കുന്നത്. ഷിഗു ജനിച്ച മുതൽ ഞാൻ ബേബി പൗഡർ, ബേബി ക്രീം, ബേബി ലോഷൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഡാസ്ലറിൻ്റെ സ്റ്റിക്കറൊന്നുമില്ല, തിന്നു കഴിഞ്ഞു. എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞ് നമുക്കിനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ബ്രാൻഡൊന്നുമില്ല. ഇത് 4 ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ്. തീരാറായി. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഒന്ന് റെഡ് കളർ, ഒന്ന് പർപ്പിൾ കളർ, പിന്നെ ഒന്ന് പിങ്ക് കളർ, പിന്നെ ഉള്ളത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ ഞാൻ യൂസ് ചെയ്ത് കാലാവധി കഴിഞ്ഞില്ല, ഇനിയും തോണ്ടാനുണ്ട്. അപ്പോൾ ഈ 4 കളറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഇനി നമുക്ക് പൊട്ട് ഇടാം. കല്ല് വെച്ചൊരു പൊട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഐബ്രോസ് ഒന്ന് നല്ലോണം സെറ്റാക്കി കൊടുക്കാം. എനിക്കൊന്നും ഞാൻ ത്രെഡ് ചെയ്തില്ല, സമയമില്ലായിരുന്നു. അങ്ങനെ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇയറിംഗ്സ് ഇടാം. തലമുടിയൊന്നും ചെയ്യില്ല, തലമുടിയൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഈ ഡ്രസ്സാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത്. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കമ്മൽ വെയർ ചെയ്യാം. വരുന്നില്ല, പോയി. വരെയും ചെയ്തു, പോവുകയും ചെയ്തു, കിട്ടി. ഇതാണ് ഈ ഔട്ട്ഫിറ്റിൻ്റെ കമ്മൽ. ഓക്കെ, നമുക്ക് ഹെയറൊക്കെ കെട്ടിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഹെയറും കൂടെ കെട്ടിയിട്ട് നമുക്ക് വരാം. ഹെയറൊക്കെ കെട്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ആൻഡ് പിന്നെ ഹെയറൊക്കെ കെട്ടിയതൊക്കെ ഞാൻ കാണിക്കാം. എൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഒരുങ്ങുന്നുള്ളൂ. സിമ്പിളാണ്, ഇതൊക്കെ എനിക്ക് വലിയ മേക്കപ്പാണ്. അമ്മ അവിടെ വെച്ച് ഇട്ടുകൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഹെയറൊക്കെ കെട്ടിയിട്ട് കാണാം. അങ്ങനെ ഹെയർ ഞാൻ ഇങ്ങനെ പിന്നിട്ടിട്ടുണ്ട്. ഒരു വാച്ച് വെയർ ചെയ്തിട്ടുണ്ട്. ഫുൾ ലുക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അമ്മ അമ്മുമ്മ എവിടെ പോവാണ്? അമ്പലത്തിൽ പോണ. ഇതാണ് ഷിഗുവിൻ്റെ ഔട്ട്ഫിറ്റ്. അത് അമ്മയാണ്, മുമ്പിൽ അമ്മുമ്മ. നമ്മൾ കൂലത്തിന് പോവാണ്. കൂലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ഉത്സവമാണ്. മഞ്ഞെടുക്ക ജാത്ര എന്ന് പറയും ഇവിടെ ഉള്ളവർ. കൂലം എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഇന്ന് 8ാം കളിയാട്ടമാണ്. തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസമായി. അങ്ങനെ ഇന്ന് പോയി നമുക്ക് കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാം. ഞാനിതിൽ മെയിനായിട്ട് തെയ്യം കാണാൻ പോകുന്ന വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. കടയിലേക്ക് പോകണം, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അവിടുത്തെ മെയിൻ ആകർഷണമാണ് ഈ കടകളൊക്കെ. സത്യത്തിൽ തെയ്യം കാണാനാണ് നമ്മൾ പോകുന്നത്. ഇന്ന് 8ാം കളിയാട്ടം. ഇന്ന് 8ാം കളിയാട്ടത്തിന് എഴുന്നള്ളുന്നത് ക്ഷേത്രപാലനും ഭഗവതി അമ്മയും. മെയിനായിട്ട് ഇവിടെ പ്രതിഷ്ഠ വരുന്നതും ആൾക്കാർ കാണാൻ വരുന്നതും മുന്നാരിയരാണ്. മുന്നാരിയർ 7ാം കളിയാട്ടത്തിനാണ് എഴുന്നള്ളുന്നത്. ഈ അമ്പലത്തിലെ പേരും ശ്രീ തുളൂർ വനം ഭഗവതി ക്ഷേത്രം മഞ്ഞെടുക്കെന്നാണ്. അപ്പോൾ ഇന്ന് ക്ഷേത്രപാലനും ഭഗവതി അമ്മയും മോനും നേരിട്ട് കാണുന്ന കണ്ടുമുട്ടലാണ് ഇന്ന്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ മുടി അയക്കുന്നതാണ് ക്ഷേത്രപാലൻ, വലിയ മുടി അയക്കുന്നത് ഭഗവതി അമ്മയാണ്. അങ്ങനെ ഈ അമ്പലത്തിൽ 101 തെയ്യങ്ങളും കെട്ടിയാടുന്നുണ്ട്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവമാണ്. ഇന്നലെ 7ാം കളിയാട്ടത്തിന് മുന്നാരീശ്വരൻ എഴുന്നള്ളിയിരുന്നു. മുന്നാരീശ്വരന്റെ ഒരു ഐതിഹ്യം പറയണമെങ്കിൽ ക്ഷേത്രത്തിൽ തൊട്ടടുത്തായി 2 മാവ് നിൽപ്പുണ്ട്. മുന്നാരിയർ അവിടെ എഴുന്നള്ളുന്ന സമയത്ത് ആ മാവുകൾ തമ്മിൽ വിറയ്ക്കുമെന്നാണ് ഒരു ഐതിഹ്യം. മുന്നാരിയർ എഴുന്നള്ളുന്ന സമയത്ത് ആ രൗദ്രഭാവത്തോടെ ആ മാവിനരികിലോട്ട് പോവും. അവിടെയാണ് മുന്നാരിയർ അടക്കിയെന്നാണ് ഒരു ഐതിഹ്യം. എനിക്കിവിടുത്തെ ഐതിഹ്യങ്ങളൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അമ്മുമ്മയൊക്കെ പറഞ്ഞു തന്നൊരു ഐതിഹ്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ മുന്നാരിയർ തലയുടെ ഒരു വശമാണ് ഒരു മാവ്, കാലിന്റെ ഒരു വശം ഒരു മാവുണ്ട്. അങ്ങനെ ആ മാവുകൾ മനുഷ്യരൂപമാണെന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ശ്രീ മുന്നാരിയർ ഈ നാട് വാണിരുന്ന ഒരു നാട്ടുപ്രമാണിയാന്നുള്ള ചരിത്രമുണ്ട്. അങ്ങനെ ഈ തെയ്യങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ ബാക്കി നിൽക്കെ ഞങ്ങൾ തെയ്യമൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി. നമ്മൾക്കൊക്കെ കൺകുളിരുന്ന കാഴ്ചകളാണ് ഈ താഴോട്ട് ഇറങ്ങിയെന്ന് ഞാൻ പറയുമ്പോൾ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കും കുഞ്ഞു കുട്ടികൾക്കും ഈ കാഴ്ചകളൊക്കെ പുതുമയുള്ളതൊന്നല്ല, നമ്മൾ ജനിക്കും മുമ്പേ ഉള്ളതാണ്. എന്നാലും ഓരോരോ വർഷം കൂടുമ്പോൾ കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് വരുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ കളിയാട്ടത്തിന് വരുന്നത്. കളിയാട്ട മഹോത്സവം 8 ദിവസം ഉണ്ടെങ്കിലും ലാസ്റ്റ് ദിവസമാണ് നമ്മളെല്ലാവരും വരുന്നത്. ലാസ്റ്റ് ദിവസമാണ് ആളുകൾ നല്ലോണം കൂടുന്നതും
സാധനങ്ങൾക്കൊക്കെ വില കുറയുന്നതും. അങ്ങനെ ഞാനും ശിഖു അമ്മൂമ്മയാണേ വന്നിരിക്കണത്. അച്ഛൻ വന്നില്ല കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് എത്ര ഉത്സവങ്ങൾ കൂടിയാലും നാട്ടിലത്തെ ഉത്സവം അതൊരു വേറെ തന്നെയാണ്. ആ പഴയ ഓർമ്മകളും ആൾക്കാരും തെയ്യങ്ങളും കടകളും സാധനങ്ങളും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴയതുപോലെ മാലയും വളയും കമ്മലും ശിഖുവിന് കുറെ കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഒരു 20-25ഓളം കടകളുണ്ടായിരുന്നു. കുറെ കഴിക്കുകയും ചെയ്തു. ഐസ്ക്രീമും പാനിപ്പൂരിയും ഗോബി മഞ്ചൂരിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ നോക്കണേ. ഇത് അമ്മൂമ്മയാണേ. അമ്മൂമ്മയ്ക്ക് ഒരു പാനിപ്പൂരിയും കൊടുത്തിട്ട് കൊള്ളാമോ എന്നറിയ വീഡിയോ എടുത്തതാണ്. അമ്മൂമ്മക്കൊക്കെ ചിരി വന്നേ. ഇത് വേറൊരു അമ്മൂമ്മയാണ്. അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്ലേറ്റ് വാങ്ങിച്ച് എല്ലാവരും ഷെയർ ഇട്ട് കഴിച്ചു. അങ്ങനെ കരിമ്പും ജ്യൂസും ഉണ്ടായിരുന്നു. കരിമ്പും ജ്യൂസ് മേടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ 100 രൂപയ്ക്കൊക്കെ ടോപ്പുകളൊക്കെ ഇഷ്ടം പോലെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. 100 രൂപ ആയതുകൊണ്ട് തന്നെ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല ടോപ്പുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അതേപോലെ നമ്മളെ കണ്ണ് ചിമ്മിക്കുന്ന കൊലുസുകളും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കായി അതേപോലെ കുപ്പിവളകളും. എനിക്ക് പണ്ടല്ല എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ കുപ്പിവളകളോട് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ അമ്മമാരും ചേച്ചിമാരൊക്കെ കുപ്പിവളൊക്കെ ഇട്ട് നടക്കണത് കാണുമ്പോൾ എനിക്കൊരു മനസ്സിനൊക്കെ ഒരു കൊതി. പിന്നെ ഞാൻ അങ്ങോട്ട് കുപ്പിവള തന്നെയാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാറ്. വെളിയിലൊക്കെ ചന്തയിലൊക്കെ പോകുമ്പോൾ കുപ്പിവളയൊക്കെ 30 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഞാൻ പല കളറിലെ കുപ്പിവളകൾ മേടിക്കും. ഇവിടുന്ന് 2-3 കളർ മേടിച്ചു കേട്ടോ. പിന്നെ ബോയ്സിന് വേണ്ടി മാല, മോതിരം, ഷർട്ട്, ബനിയന്, പാൻറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടും പാൻറ്റൊക്കെ പോയിന്ന് തോന്നുന്നു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ചന്തയിലൊക്കെ 100, 200, 300 കിട്ടുന്ന എന്ത് ക്വാളിറ്റിയാ അല്ലേ. പിന്നെ ബോയ്സ് ഇടുന്ന മാലയും വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനൊരു മാല മേടിച്ചിരുന്നു കേട്ടോ. അവിടെ 2-3 കൊലുസ് കടയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കടയിലൊക്കെ പോയായിരുന്നു. അവിടെ സെലക്ഷനൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞപ്പോൾ രണ്ടാമത്തെ കടയിൽ അടിപൊളി സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാനും ശിഖു ഒരേപോലത്തെ കൊലുസ് മേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ക്രേസ് കൂടുതലാണേ. ശിഖു ജനിക്കാത്ത മുമ്പേ ആണെങ്കിൽ എനിക്ക് മാത്രം മേടിച്ചാൽ മതിയല്ലേ. ഇപ്പൊ ശിഖുവും കൂടെ ഉള്ളതുകൊണ്ട് അവൾക്കും നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആണേ. വീട്ടിൽ 19ഓളം കമ്മലുണ്ടെങ്കിൽ ഈ ഉത്സവ പറമ്പിലൊക്കെ ഇങ്ങനെ കമ്മലുകളൊക്കെ കാണുമ്പോൾ ആരാ മേടിക്കാതെ പോകുന്നത്. ചേട്ടനും ഞാനും ഇത് പറഞ്ഞിട്ട് എന്നും വഴക്കാണ്. ഏത് ഉത്സവ പറമ്പുകളോ എവിടെയൊക്കെ പോയാലും ഇങ്ങനെ കമ്മലൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് മേടിക്കും. ഈ വളയന്മാലേക്കാളും കൂടുതൽ ഞാൻ കമ്മലുകളാണ് മേടിക്കണത്. എനിക്ക് ആ കമ്മൽ എന്ന് പറഞ്ഞാൽ വേറൊരു ക്രേസ് ആണ്. അങ്ങനെ ഏകദേശം കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്ക് ഇവിടെ അമ്പലത്തിൽ ചോറുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ തന്നെ ചോറ് വെച്ചു. ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഗോബി മഞ്ചൂരിയും പിന്നെയും നമ്മൾ കരിമ്പ് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചായിരുന്നു. നല്ല ദാഹവും ഉണ്ടായിരുന്നു. അതിനിടയിൽ ശിഖുവിന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഐസ്ക്രീം ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 3-4 മണി ആവാറായി. അത് കഴിഞ്ഞ് ഹലുവയും മിക്സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊതി ഉണ്ടായിരുന്നു. അതും പിന്നെ ഹലുവയും മേടിച്ചു കേട്ടോ. പണ്ടത്തെ പുളിമുട്ടായി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഉത്സവ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഇടാൻ മറക്കല്ലേ. ബായ്.